ചേർത്തലയിൽ ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തതിലുള്ള വിരോധമായി ഭാര്യയുടെ സഹോദരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 17 വർഷം കഠിന തടവ് 45,000 രൂപയും അടയ്ക്കുവാൻ ചേർത്തല അസിസ്റ്റന്റ് സെഷൻ കോടതി ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 15 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കുത്തിയത്തോട് പോലീസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തിയ കേസിൽ പഞ്ചായത്ത് 4-ാം വാർഡിൽ പറയങ്കാട് അറപ്പത്തറ വീട്ടിൽ സോമനാണ് ചേർത്തല അസിസ്റ്റന്റ് സെഷൻ ജഡ്ജി കുമാരി എസ്. ലക്ഷ്മി ശിക്ഷിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 450, 326, 307 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്കാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 2022 ആഗസ്റ്റ് 14 പുലർച്ചെ 2:30 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഭാര്യയുടെ സഹോദരൻ കൂവക്കാട്ട് തറയിൽ ശശിയോടുള്ള വിരോധത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി കിടന്ന് ഉറങ്ങിയ ആളെ വിളിച്ചുണർത്തി കയ്യിൽ കരുതിയിരുന്ന മരം വെട്ടാൻ ഉപയോഗിക്കുന്ന വെട്ടുകത്തി കൊണ്ട് തലയ്ക്ക് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയോട്ടിയിലും മുഖത്തും ആഴമുള്ള മുറിവ് പറ്റി. ശശിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ജീവൻ രക്ഷിച്ചത്. ശശിയുടെ ഒരു കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയിരുന്നു. ഒളിവിൽ പോയ പ്രതിയെ ഇടുക്കിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിചാരണയ്ക്ക് മുമ്പ് തന്നെ പരിക്കേറ്റ ശശി മരിച്ചിരുന്നു. ദൃക്സാക്ഷികൾ ആരും ഇല്ലായിരുന്നു. കേസിന്റെ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 29 സാക്ഷികളും 39 രേഖകളും 6 വസ്തുക്കളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. അഡീഷണൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ രാധാകൃഷ്ണൻ ജി ആണ് ഹാജരായത്. കുറ്റപത്രം സമർപ്പിച്ചത് കുത്തിയത്തോട് പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു എ. ഫൈസലാണ് സമർപ്പിച്ചത്. കോടതിയിലെ പ്രോസിക്യൂഷൻ നടപടി സബ് ഇൻസ്പെക്ടർ ബിജു ഏകോപിച്ചു.